നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും പ്രേംകുമാറിനെ മാറ്റിയത് വലിയ വാർത്തയായിരുന്നു. നേരത്തെ കമലായിരുന്നു ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം എടുക്കുന്ന പല തീരുമാനങ്ങളിലും ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്ന നിലപാടാണ് ഉണ്ടായിരുന്നത്. പലപ്പോഴും അത്തരത്തിലുള്ള നിലപാടുമായി മുന്നോട്ട് പോയ പിണറായി വിജയന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കേരളീയ പൊതുസമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ഇത്രയും കാലം മുന്നോട്ട് പോയത്. പിണറായി വിജയന്റെ ഓരോ തീരുമാനങ്ങളിലും അത് പ്രകടമായിരുന്നു. പ്രത്യേകിച്ച് മരുമകനെ സംരക്ഷിക്കുകയും മരുമകനെ ഭാവി മുഖ്യമന്ത്രിയായി വാഴ്ത്തുക എന്ന ഒരു അജണ്ട കൂടി അതിന്റെ പിന്നിലുണ്ടായിരുന്നുവെന്ന് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്തതാണ്. ഏതായാലും ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്നും പ്രേംകുമാറിനെ മാറ്റി റസൂൽ പൂക്കുട്ടിയെ വെച്ചത് അന്ന് തന്നെ വലിയ വാർത്തയായിരുന്നു. തന്നോട് ആലോചിക്കുകയോ തന്നോട് പറയുകയോ പോലും ചെയ്യാതെയാണ് ഇത്തരമൊരു നിലപാടിലേക്ക് പോയത് എന്ന് പ്രേംകുമാർ പരസ്യമായി തന്നെ പറയുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിയിരുന്നു. ഇപ്പോൾ IFFK-യുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു വിവാദം പലസ്തീൻ അനുകൂല സിനിമകൾ പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത്തരം സിനിമകൾ ഇവിടെ പറ്റില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു എന്നതായിരുന്നു. സിനിമയിൽ കയറി ഇടപെടുന്നു, കേരളത്തിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് വാചാലരായി ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന ആ വേദിയിൽ തന്നെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്നു. മാധ്യമങ്ങൾ എടുത്തുവെച്ച് വലിയ ചർച്ചയുമാക്കി. റസൂൽ പൂക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റസൂൽ പൂക്കുട്ടി എന്ത് പറയും എന്ന ആകാംക്ഷയിലായിരുന്നു എല്ലാവരും. ഏതായാലും റസൂൽ പൂക്കുട്ടി വന്നപ്പോഴേക്കും എല്ലാവരും കൂടി മാധ്യമപ്രവർത്തകരെല്ലാം കൂടി ചെന്ന് റസൂൽ പൂക്കുട്ടിക്ക് മൈക്ക് വെക്കുന്ന അവസ്ഥയെത്തി. റസൂൽ പൂക്കുട്ടിയോട് അഭിപ്രായം ചോദിക്കാൻ ചെന്ന മാധ്യമപ്രവർത്തകർ കണക്കിന് വാങ്ങിച്ചു കൂട്ടിയാണ് ഇങ്ങോട്ട് പോകുന്നത്. റസൂൽ പൂക്കുട്ടി ഇന്ത്യ വിരുദ്ധ നിലപാടെടുക്കുമെന്ന് ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവണം. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ച്, ഇന്ത്യക്ക് അങ്ങനെ ഒരു നയമുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം സിനിമകൾക്ക് പ്രദർശനാനുമതി നൽകില്ല, അല്ലെങ്കിൽ തരരുത് എന്ന് പറഞ്ഞാൽ പിന്നെ അതിലൊന്നും പറയാനില്ല എന്ന് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞത്. എന്താണ് ഇന്ത്യക്കാരനല്ലേ എന്ന ചോദ്യം കൂടി അദ്ദേഹം ചോദിച്ചതോടുകൂടി വളരെ കൃത്യമായി തന്നെ മാധ്യമപ്രവർത്തകർക്ക് കാര്യം മനസ്സിലായി. പിണറായി വിജയൻ ഈ സിനിമകൾ കേരളത്തിൽ പ്രദർശിപ്പിക്കുമെന്ന തരത്തിൽ വലിയ രീതിയിലുള്ള വീമ്പാണ് ഇളക്കിയത്. സജി ചെറിയാൻ അടക്കമുള്ളവർ ഏറ്റു പറയുകയും ചെയ്തു. ഏതായാലും അതിന് വിരുദ്ധമായ നിലപാട് തന്നെയാണ് റസൂൽ പൂക്കുട്ടിക്കുള്ളത്. കേരളത്തിലെ പിണറായി വിജയനും അതുപോലെ തന്നെ സജി ചെറിയാനും ചലച്ചിത്ര അക്കാദമിക്കും എതിരായ നിലപാട് എന്ന് പറഞ്ഞുകൂടാ. ചലച്ചിത്ര അക്കാദമി എടുക്കേണ്ട നിലപാടും അതുതന്നെയാണ്. ഒരു രാജ്യത്തിന് ഒരു നയമുണ്ടെങ്കിൽ ആ നയത്തിനെതിരായി ആര് പ്രവർത്തിച്ചാലും അത് രാജ്യവിരുദ്ധതയാണ്. ആ രാജ്യവിരുദ്ധത മാധ്യമപ്രവർത്തകരായാലും സർക്കാരായാലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. ഒരു രാജ്യത്തിൻ്റെ നയവും നിലപാടുകളും വളരെ കൃത്യമായി തന്നെ രാജ്യം പറയുമ്പോൾ അതിനോടൊപ്പം നിൽക്കേണ്ടവരാണ് കേരളത്തിലെ ജനങ്ങൾ. പക്ഷേ ഇവിടെ എല്ലാം കാണുന്നത് പിണറായി വിജയൻ വേറെ ഏതോ രാജ്യത്ത് ജീവിക്കുന്നത് പോലെ, ഏതോ ഉട്ടോപ്യൻ രാജ്യത്ത് ജീവിക്കുന്ന പോലെയുള്ള അഭിനയവും പ്രകടനവുമാണ് കാഴ്ചവെക്കുന്നത്. ഇതൊന്നും ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറയുകയും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങളും ഒന്നും നടപ്പാക്കില്ല എന്ന് പറയുകയും പലപ്പോഴും നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ PM ശ്രീ അടക്കമുള്ള വിഷയങ്ങൾ ഇത് കണ്ടതുമാണ്. പണം വേണം, കേരളത്തിലെ സർക്കാരിന് ജീവിക്കണമെങ്കിൽ, അതുകൊണ്ടാണ് നടപ്പാക്കുന്നതെന്ന് മറുവാദം ഉന്നയിക്കുന്നു. പക്ഷേ ഒരു സംസ്ഥാനത്ത്, ആ സംസ്ഥാനത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, ഇപ്പോൾ കേരളത്തിൽ എന്തൊക്കെ നടക്കണം എന്ന് തീരുമാനിക്കാൻ ഒരുപക്ഷെ സർക്കാരിന് അവകാശമുണ്ടെങ്കിലും ചില നയങ്ങൾ, തീരുമാനങ്ങൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതിന് പിണറായി വിജയൻ എന്തൊക്കെ പറഞ്ഞാലും അത് നടക്കുകയില്ല. ഏതായാലും റസൂൽ പൂക്കുട്ടി കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുമെന്ന് വിചാരിച്ച് ഓടിച്ചെന്നവർക്കെല്ലാം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായത്. റസൂൽ പൂക്കുട്ടിയുടെ ആ വാക്കുകളൊന്ന് കേൾക്കൂ. നിങ്ങൾ ചുവഞ്ഞെടുക്കത്തില്ലേ ഞാനത് പറഞ്ഞാൽ? അത് വേണ്ട, അത് പറയണ്ട. അത് ഇന്ത്യയുടെ വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ അങ്ങനെ നിങ്ങൾ ഇങ്ങനെ വെച്ച് കളിക്കാനുള്ള സാധനം അല്ല അത്, കേട്ടോ. കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണ്, നമ്മുടെ ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് ഇന്ന സിനിമകൾക്ക് ഞങ്ങൾ അനുമതി തരുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് അതിന് ഉത്തരം പറയുക? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ അതിനെ എതിർക്കേണ്ടത്? എതിർക്കുന്നത് നിങ്ങൾ ഇന്ത്യക്കാരനാണോ? ആണോ? അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും കൾച്ചറലി ഇവോൾവ് ആയ ഒരു സ്റ്റേറ്റ് അല്ലേ, അവിടുത്തെ ആളുകളല്ലേ, ഏറ്റവും അധികം ലിറ്ററസി ഉള്ള ആളുകളല്ലേ. നമ്മൾ അങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ കേരള സർക്കാരിന്റെ നിലപാടുകൾ പൊള്ളത്തരമായിരുന്നു എന്നുള്ള തിരിച്ചൊരു ചോദ്യം കൂടി വരും. അങ്ങനെയല്ല, അതെങ്ങനെയാണ് പൊള്ളത്തരമാവുക? അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ഡോണ്ട് മിക്സ് അപ്പ് പൊളിറ്റിക്സ് ആൻഡ് administrative aspect of a government.
We are Indians first, then comes everything. I did not object to government of MEA's decision of not giving exemption to 6 or 7 filmmakers, right? 6 filmmakers came from different countries. I don't want to name the country. I did not object. We can't object. And we should not object. ചില ഫിലിം മേക്കേഴ്സിന്റെ പെർമിഷൻ ഗവൺമെന്റ് കൊടുക്കാന്ന് പറഞ്ഞല്ലോ. അവർ പേര് പറയണ്ടേ ഏത് കൺട്രീസിലുള്ള ഫിലിം മേക്കേഴ്സാണ് ഗവൺമെന്റ് പെർമിഷൻ കൊടുക്കാൻ? നിങ്ങൾ ചോദിച്ചെടുക്കത്തില്ലേ ഞാനത് പറഞ്ഞാൽ? അത് വേണ്ട, അത് വേണ്ട, അത് പറയണ്ട. അത് ഇന്ത്യയുടെ വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ അങ്ങനെ നിങ്ങൾ ഇങ്ങനെ വെച്ച് കളിക്കാനുള്ള സാധനം അല്ല അത് കേട്ടോ. ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആയിരുന്നോ? അതുകൊണ്ടാണല്ലോ MEA പറഞ്ഞത് ഇന്ത്യ കൺട്രിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് നമുക്ക് ക്ലിയറൻസ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് അഗൻസ്റ്റ് ആയിട്ട് പോകണമോ? IFFKയുടെ ഭാഗത്ത് ഒരു പ്രൊസീജിയറൽ ലാപ്സ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ. ഒന്നുമില്ല. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ കംപ്ലീറ്റ് ടൈം ലൈൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ. അതിൽ നിങ്ങൾ പറയൂ എന്ത് പ്രൊസീജിയർ ലാപ്സാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് ഒരു ലിസ്റ്റ് ഓഫ് ഇന്ന ഫിലിം മേക്കേഴ്സ് വരുന്നില്ല. ഇപ്പോൾ ഇന്ന കൺട്രിയിൽ നിന്നുള്ള ഫിലിം മേക്കേഴ്സിന് വിസ കൊടുക്കുന്നില്ല. ഞാൻ അവരുടെ സിനിമ ക്യൂറേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ സിനിമകൾ ഇവിടെ കാണിക്കാതിരിക്കുമ്പോൾ അവസ്ഥ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക? ആ ഫിലിം മേക്കേഴ്സ് ഇവിടെ ഇല്ലാത്ത അവസ്ഥ എന്താ ചെയ്യുക? നമുക്കൊരു ഓർഗനൈസേഷൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല മോനെ. പക്ഷേ ലിസ്റ്റ് ചെയ്ത സിനിമകൾ കാണാൻ പറ്റാത്തതിൽ ഡെലിഗേറ്റ്സിനുണ്ടായ നിരാശയ്ക്ക് എന്താ മറുപടി? ഞാൻ പറയുന്നത് 6 സിനിമകളാണ് നമുക്ക് കാണിക്കാൻ പറ്റാതായി പോകുന്നത്. ഞാൻ കേരള ചലച്ചിത്ര അക്കാദമി 6 സിനിമകൾ കാണിക്കുന്നില്ല. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു. ആ കാരണം ഇന്നതാണ്. നിങ്ങൾ പറയുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിനെ മറികടന്ന് നമ്മളോട് സിനിമ കാണണമെന്നാണോ പറയുന്നത്? അതാണ് നമ്മളുടെ കൾച്ചറൽ എന്തൂസിയാസം? അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? അല്ല. ആ സിനിമകൾ കാണാൻ നമുക്ക് മറ്റവസരങ്ങൾ ഉണ്ടാകുമല്ലോ. ആ സിനിമകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ആ സിനിമകൾ നമുക്ക് കാണാം. പക്ഷെ ഒരു ഗവൺമെന്റ് നമ്മളോട് പറയുമ്പോൾ ഒരു ഗവൺമെന്റ് മറ്റൊരു ഗവൺമെന്റ് ബോഡിയോട് പറയുകയാണ് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഈ സിനിമകൾ കാണിക്കാൻ പറ്റില്ല. വി ആർ ലിവിംഗ് ഇൻ എ ഡെമോക്രസി. വി ഹാവ് ഇലക്ടഡ് എ ഗവൺമെന്റ്. വാട്ട് എവർ ഈസ് ദെയർ പൊളിറ്റിക്കൽ ചോയ്സ് വി ഹാവ് ടു അക്സെപ്റ്റ്. സ്കെഡ്യൂളിൽ ഈ സിനിമകൾ വരികയും പിന്നെ കാണാതിരിക്കുകയും ചെയ്യും. സ്കെഡ്യൂൾ ഇട്ടതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അതിന് ആ സ്കെഡ്യൂൾ ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. സിനിമയുള്ള പുസ്തകം ഉണ്ടാക്കണ്ടേ മോനെ? ഇന്ന ആളുകൾ വന്നെങ്കിലല്ലേ ഇന്ന സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ പുസ്തകം നമ്മൾ അച്ചടിച്ചു കഴിഞ്ഞു, ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷമാണല്ലോ നമുക്ക് ക്ലിയറൻസ് കിട്ടാതെ വരുന്നത്. അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ്. ഒരു 4 സിനിമ നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ടി വിട്ടുകളയും. ഈ PT കുഞ്ഞുമുഹമ്മദിനെതിരായിട്ടുള്ള പരാതി അതിനകത്ത് നടപടിയെടുക്കുന്നതിൽ വൈകി എന്നുള്ള ഒരു ആരോപണം പ്രതിപക്ഷം ഉയർത്തി. ഒരു യാതൊരു പാഴ്ചയും അതിലുണ്ടായിട്ടില്ല. ഒരു നിമിഷം പോലും ആ നിയമ നടപടികൾ വൈകിയിട്ടില്ല. സത്വര നടപടികൾ എടുത്തിട്ടുണ്ട്. ഏതായാലും റസൂൽ പൂക്കുട്ടി കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചില്ലെന്ന് മാത്രമല്ല, മാധ്യമപ്രവർത്തകരോട് ഇത് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുകയും ചെയ്തു. നിങ്ങളുകൂടി ഇത്തരത്തിൽ പ്രവർത്തിക്കരുത് എന്നൊരു സന്ദേശം കൂടി നൽകിയാണ് റസൂൽ പൂക്കുട്ടി ഈ വാക്കുകൾ അവസാനിപ്പിച്ചത്.